ഹായ് ഫ്രണ്ട്സ്, വ്ളോഗ് ഫോർ മീനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സൺഡേ സ്പെഷ്യലായിട്ട് പെട്ടെന്നൊരു ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സബോളയൊക്കെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. സബോളയൊക്കെ നല്ലോണം വഴണ്ടി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഞാൻ ചിക്കനിൽ മിക്സ് ചെയ്ത് വച്ചിരുന്നത് കാരണം കൊണ്ട് സബോള വഴണ്ടി വന്നപ്പോൾ ഞാൻ ചിക്കൻ മസാല മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഉടഞ്ഞു വരുന്ന വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വച്ചേക്കണം ചിക്കനും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചിക്കനൊക്കെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.